السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. ومن تبعهم بإحسان إلى يوم الدين أما بعد. درس القرآن പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറ അൽ മുനാഫിഖൂൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ അവസാനത്തെ വചനങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി അതിന് ശേഷമുള്ള സൂറത്ത് ജുമുഅ അധ്യായമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഈ രണ്ട് അധ്യായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ നമസ്കാരങ്ങളിൽ പാരായണം ചെയ്തിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഈ രണ്ട് അധ്യായങ്ങളുടെയും പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൂറത്ത് ജുമുഅയിൽ യഹൂദികളെ സംബന്ധിച്ചും അഥവാ ജൂതരെ സംബന്ധിച്ചും അതുപോലെ തന്നെ സൂറത്ത് മുനാഫിഖൂനിൽ കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ എടുത്ത് വിശദീകരിച്ചിട്ടുള്ള സൂറത്ത് മുനാഫിഖീനിൽ കപടവിശ്വാസികളെ സംബന്ധിച്ചുമാണ് പ്രസ്താവിക്കുന്നത്. ഈ രണ്ടും അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗവും ഇസ്ലാമിൻ്റെ എക്കാലഘട്ടത്തിലെയും കൊടിയ ശത്രുക്കളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇന്നും സമകാലിക സംഭവങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. എല്ലാ കാലഘട്ടത്തിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു വിഭാഗമാണ് മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികൾ. അവരെ സംബന്ധിച്ച വിശദമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി. സൂറത്തുൽ ജുമുഅയിൽ അഥവാ 62-ാമത്തെ അധ്യായം അതിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. ഇതാണ് അതിൽ 1-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അതിന്റെ വാക്കർത്ഥങ്ങൾ യുസബ്ബിഹു എന്ന് പറഞ്ഞാൽ പ്രകീർത്തിക്കുന്നു. ലില്ലാഹി അള്ളാഹുവിന് പ്രകീർത്തനം അർപ്പിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. മാഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളവയും വമാഫിൽ അർളി ഭൂമിയിലുള്ളവയും. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം, അത് മനുഷ്യരാകട്ടെ മനുഷ്യേതര ജന്തുജാലങ്ങളാകട്ടെ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. ആരെയാണ് ആ പടച്ചവൻ? അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹക്കീം. 4 നാമങ്ങൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ 4 എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ അധ്യായം ആരംഭിക്കുന്നത് യുസബ്ബിഹു എന്ന വാക്കുകൊണ്ടാണ്. യുസബ്ബിഹു പ്രകീർത്തനം അല്ലെങ്കിൽ തസ്ബീഹ്. ഇങ്ങനെ തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്ന, നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, തസ്ബീഹ് കൊണ്ട് അല്ലെങ്കിൽ സ്തോത്ര കീർത്തനം
എന്ന വാക്യം കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾക്ക് പൊതുവെ പറയുന്നത് അൽ മുസബ്ബിഹാത്ത് എന്നാണ്. അൽ മുസബ്ബിഹാത്ത് ഇത്തരം സൂറത്തുകൾക്ക്. അത് സബ്ബഹലില്ലാഹി മാഫിസ് സമാവാത്തി എന്ന് തുടങ്ങുന്ന സൂറത്ത് സൊഫുണ്ട്. അതുപോലെ തന്നെ യുസബ്ബിഹുലില്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ജുമുഅയുണ്ട്. അതുപോലെ തന്നെ വേറെയും സൂറത്തുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പ്രകീർത്തനം അല്ലെങ്കിൽ സ്തോത്ര കീർത്തനം അഥവാ തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്ന അല്ലെങ്കിൽ യുസബ്ബിഹു എന്നുള്ള ആ പദം കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങൾക്കാണ് അൽ മുസബ്ബിഹാത്ത് എന്ന് പറയുക. ഇവിടെ നമ്മൾ ഇതിന്റെ വാക്കർത്ഥം പറഞ്ഞു. ആദ്യത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം അതിൽ പറയുന്ന ഒരു കാര്യം, ഭൂമിയിൽ മനുഷ്യരും മനുഷ്യേതര ജന്തുജാലങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആകാശങ്ങളിൽ അഥവാ ഉപരിലോകത്ത് ഗവേഷണാത്മകമായി അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയ മനുഷ്യരുണ്ടാകും. അതുപോലെ തന്നെ ആകാശത്തിലുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും, അത് ഭൂമിയിലും ഉണ്ടാകും. അതുപോലെ തന്നെ മനുഷ്യ ദൃഷ്ടികൾക്ക് അല്ലെങ്കിൽ അവന്റെ അറിവിൽ അകപ്പെടാത്ത അനവധി കാര്യങ്ങൾ അവിടെ ഉണ്ടാകാം. അള്ളാഹുവിന്റെ സൃഷ്ടി രഹസ്യങ്ങളിൽ അനവധി കാര്യങ്ങൾ ഈ ഉപരിലോകത്തുണ്ടാകാം, ആകാശങ്ങളിൽ ഉണ്ടാകാം. അവിടെയുള്ള എല്ലാം, അതിപ്പോ മനുഷ്യരാണ്, ജീവനുള്ളവയാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. ജീവനുള്ള മനുഷ്യരും മനുഷ്യേതര ജന്തുജാലങ്ങളും അചേതന വസ്തുക്കളും എല്ലാം. അതാണ് ഇവിടെ മാഫിസ് സമാവാത്തി വമാഫിൽ അർള്. മൻ എന്നല്ല, മാഫിസ് സമാവാത്തി എന്ന. അപ്പൊ അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം പെടും. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നാണ് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്നത്. അത് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ അനവധി സ്ഥലങ്ങളിൽ ഈ വിഷയകമായി പല കാര്യങ്ങൾ പ്രസ്താവിച്ചതായി കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തു ഇസ്രായിൽ അള്ളാഹു ഇങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദ് വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഇവിടെ അള്ളാഹു പറയുന്ന ഒരു കാര്യം, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദ്, 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന് സ്തോത്രകീർത്തനം അർപ്പിക്കുന്നു. അവിടെ അവസാനിക്കുന്നില്ല. വമൻ ഫീഹിന്ന, അവയിലുള്ളതും എല്ലാം എന്ന് പറഞ്ഞാൽ ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം. പക്ഷെ ഒരു കാര്യം എന്താ അറിയോ, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. പടച്ചോൻ പറയാണ്, ഈ ഭൂമിയിലോ ആകാശങ്ങളിലോ അവനെ പ്രകീർത്തിക്കാത്തതായി, അവന് തസ്ബീഹ് എടുക്കാത്തതായി യാതൊന്നും തന്നെ ഇല്ല. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ച ഒരു കാര്യം അതിനോട് ചേർത്ത് അള്ളാഹു പറയുകയാണ്, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവരുടെ ആ തസ്ബീഹ് നിങ്ങൾക്ക് അതൊരു പക്ഷെ മനസ്സിലാകില്ല. അവർ അവയുടേതായ പ്രകൃതത്തില് രീതിയില് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഇപ്പൊ മൃഗങ്ങൾ, അതേപോലെ തന്നെ മറ്റു ജന്തുജാലങ്ങൾ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷേ അവ എങ്ങനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവയുടെ പ്രകൃതത്തിനും അവയുടെ സൃഷ്ടിപ്പിനും അനുയോജ്യമായ രൂപത്തിൽ അവ അങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഖുർആൻ ഇവിടെ മാത്രമല്ല വേറെയും സ്ഥലങ്ങളിൽ ഈ കാര്യം പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ ആകാശഭൂമികളും അവയിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് പ്രകീർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും മാത്രമല്ല മനുഷ്യർക്കത് മനസ്സിലാക്കാൻ ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല എന്നുമാണ് ഈ ഇസ്രാ അധ്യായത്തിലെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ഇപ്പൊ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചം തന്നെയും അതിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ അവ നിർബന്ധിതരായിട്ടോ അതല്ലെങ്കിൽ സ്വമേധയായോ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് ഖുർആൻ വേറെയും സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ചുരുക്കത്തിൽ ഈ 1-ാമത്തെ ആയത്തിൽ നിന്ന് അള്ളാഹു പൊതുവെയുള്ള ഒരു കാര്യം നമ്മളെ ധരിപ്പിക്കുകയാണ്. അഥവാ മനുഷ്യര് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള
എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അവനെ വണങ്ങുന്നു. പക്ഷേ അവയുടെ രീതി മനുഷ്യർക്കറിയില്ല. മനുഷ്യർക്ക് മനുഷ്യരുടെ രീതി മാത്രമാണ് അറിയുക. അതുപോലെ തന്നെ ജിന്നുവർഗമുണ്ട്, മലക്കുകളുണ്ട്, അതുപോലെ തന്നെ ജീവനുള്ള മനുഷ്യേതര ജന്തുജാലങ്ങളുണ്ട്, ജീവനില്ലാത്ത അചേതന വസ്തുക്കളുണ്ട്. എല്ലാം അവയുടേതായ രീതിയിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന ഒരു പൊതു തത്വമാണ് ഈ സൂറത്ത് ജുമുഅയുടെ ആദ്യ വചനത്തിൽ അള്ളാഹു നമ്മളെ തെര്യപ്പെടുത്തുന്നത്. അതിനുശേഷം ആ അള്ളാഹുവിന്റെ 4 വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ നാമങ്ങൾ. അവൻ അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹക്കീം. ഇവയെല്ലാം അവൻ വെറുതെ സ്വീകരിച്ച നാമങ്ങളല്ല. ആ നാമങ്ങൾ അവന്റെ ഉണ്മക്ക് അനുയോജ്യമായ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് അവൻ മലിക്കാണ്, അവൻ രാജാതിരാജനാണ്. അതേപോലെ തന്നെ അവൻ അൽ ഖുദ്ദൂസാണ്, അവൻ പരിശുദ്ധനാണ്. അതുപോലെ അൽ അസീസ്, അവൻ പ്രതാപിയാണ്. അൽ ഹക്കീം, അവൻ യുക്തിമാനാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്. ആ പേരുകളൊന്നും കേവലം വെറുതെ നൽകപ്പെട്ടതല്ല, അതെല്ലാം അവന്റെ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവന് ഒരു മലിക്കാകുമ്പം എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശമുള്ള ആ മലിക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് പറഞ്ഞല്ലോ, എല്ലാ അധികാരങ്ങളും അവന്റെ അടുക്കലാണ്, അവൻ അനുഗ്രഹപൂർണനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാറ്റിന്റെയും സൃഷ്ടാവായ പടച്ചവന്റെ രാജാധികാരത്തിന്റെ ആ വിശാലതയും അത് എത്രത്തോളം വലുതാണ് എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ എല്ലാ അവന്റെ സൃഷ്ടികളും അവനെ പ്രകീർത്തിക്കുന്നു, സ്തോത്രകീർത്തനം നടത്തുന്നു എന്നതിൽ നിന്ന് എല്ലാം അവന്റെ സൃഷ്ടികളാണെന്നും എല്ലാം ആ കടമ നിർവഹിക്കേണ്ടവരാണ് എന്നും ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അവന്റെ വിശേഷണങ്ങൾ, എന്തുകൊണ്ട് അവൻ ഇങ്ങനെ പ്രകീർത്തനങ്ങൾ അർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവൻ അൽ മലിക്കാണ്, അവൻ അൽ ഖുദ്ദൂസാണ്, അൽ അസീസാണ്, അൽ ഹക്കീമാണ്. അപ്പോ ആ നാമങ്ങളൊന്നും അവൻ വെറുതെ സ്വീകരിച്ചതല്ല, എല്ലാം അവനുള്ള കാര്യങ്ങളാണ്. ഈ നാമങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹ, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പൊ നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. ആ മര്യാദകളിൽ ഒന്ന്, നമ്മൾ ഹംദ്, അള്ളാഹുവിനെ ഹംദ് ചെയ്ത് പുകഴ്ത്തിക്കൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. രണ്ടാമതായി, ദുആ ചെയ്യുമ്പോൾ നമ്മൾ അവന്റെ നാമങ്ങൾ ഉപയോഗിക്കുക, അവന്റെ പേരുകൾ. യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ അൽ ഖുദ്ദൂസ്, യാ അൽ അസീസ്, യാ അൽ ഹക്കീം. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറയുക. അതാണ് പടച്ചവൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അവന് ഉത്തമമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹ, അതുപയോഗിച്ച് നിങ്ങൾ അവനോട് ദുആ ചെയ്യുക എന്ന്. അപ്പൊ ഈ ഒന്നാമത്തെ ആയത്തിൽ പൊതുവായ ഒരു കാര്യമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആയത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇതാണ് രണ്ടാമത്തെ ആയത്ത്. ഇതിൽ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അതിന് നേർക്ക് നേരെയുള്ള അർത്ഥം എന്താ അറിയോ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. ആ അള്ളാഹു ഉണ്ടല്ലോ, അപ്പൊ നേരത്തെ പറഞ്ഞാൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹക്കീം. ആ പടച്ചവൻ അവനാരാ? ഹുവല്ലദീ, അവനാണ് ബഅസ, നിയോഗിച്ചവൻ. ഫിൽ ഉമ്മീന, നിരക്ഷരരായ ആ ജനവിഭാഗത്തിൽ റസൂലൻ, ഒരു ദൂതനെ നിയോഗിച്ചവൻ. മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള. അപ്പോ അറബികൾ, 6-ാം നൂറ്റാണ്ടിലെ അറബികളായ വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരരായ ആ ജനസഞ്ചയത്തിൽ
നിരക്ഷരനായ ഒരു പ്രവാചകനെ നിയോഗിച്ചവൻ അള്ളാഹുവാണ് എന്നാണ് ഈ രണ്ടാമത്തെ ആയത്തിന്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്ന കാര്യം. എന്തിനാണ് ആ നിയോഗിച്ചത് എന്ന് ആ ആയത്തിൽ ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നിരക്ഷരനായ ഒരു സമൂഹത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ, അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം എന്താ അറിയോ? ആ ജനങ്ങളിൽ നിന്ന് തന്നെയുള്ള, അപ്പൊ അവർക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, അവരുടെ കൂടെ ജീവിച്ച സത്യസന്ധനായിരിക്കണം, അയാൾ കളവ് പറയാത്തവനായിരിക്കണം, അവർക്ക് സുപരിതനായ ഒരു നല്ല മനുഷ്യനെ അവരിലേക്ക് അള്ളാഹുവിന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ദൂതനായി നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്, അവർ നിരക്ഷരരാണല്ലോ, അതുകൊണ്ട് തന്നെ നിരക്ഷരനായ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൂതനെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ എഴുത്തും വായനയും അറിയാത്ത ഒരാൾക്ക് ഇതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം എഴുതിയുണ്ടാക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനോ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ്യതക്കും അവർക്ക് സുപരിതനുമായ ഒരു വ്യക്തിയെ തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനായി ദൈവദൂതനായി അള്ളാഹു നിയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അക്ഷരജ്ഞാനമില്ലാത്ത, അതാണ് ഉമ്മിയ്യ് എന്ന് പറഞ്ഞാൽ, അയാൾ അക്ഷരജ്ഞാനമില്ലാത്ത ആളായിരിക്കുമ്പം ഇതൊന്നും അദ്ദേഹം എഴുതിക്കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. നേരെ മറിച്ച് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്റെ സൃഷ്ടാവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ അതേപടി മറ്റുള്ള ജനങ്ങളിലേക്ക് വിശദീകരിച്ച് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിനു വേണ്ടി ഒരു ദൂതനെ പടച്ചവൻ പറഞ്ഞയച്ചു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ ആ പ്രവാചകൻ അദ്ദേഹം എന്താണ് ചെയ്തത് അതാണ് ശേഷം പറയുന്നത്. യത്ലു അലൈഹിം ആയാതിഹി, ആ അള്ളാഹുവിന്റെ ആയത്തുകൾ അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കും. എന്നിട്ടോ വയുസക്കീഹിം, അവരെ സംസ്കരിക്കും. വയുഅല്ലിമുഹുമുൽ കിതാബ, ആ വേദഗ്രന്ഥം അവരെ പഠിപ്പിക്കും. വൽ ഹിക്മത്ത, വിജ്ഞാനവും പഠിപ്പിക്കും. ഇതൊക്കെയാണ് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ട് ആ ജനസഞ്ചയത്തിൽ അദ്ദേഹം ചെയ്യുന്ന ബാധ്യതകൾ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അതാണ് എന്ന് പടച്ചവൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹം നിയോഗിക്കപ്പെടുകയും അവർക്കിടയിൽ ഇങ്ങനെ ഒരു പരിഷ്കരണം, വിശ്വാസപരമായ പരിഷ്കരണം, സാംസ്കാരികവും സാമൂഹികവുമായ പരിഷ്കരണം അദ്ദേഹം നിർവഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, മുമ്പ് ഇതുവരെ ആ ജനത വമ്പിച്ച വഴികേടിലായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. നേർരേഖയുടെ അല്ലെങ്കിൽ സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് ഒരു അടി പോലും മുന്നോട്ട് വെക്കാത്ത, അത് സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരു ജനതയിലേക്ക് ആ ദിവ്യപ്രകാശവുമായി പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു എന്ന കാര്യം അള്ളാഹു ഇവിടെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അറബികളിൽ അല്പം ചില ആളുകൾക്ക് എഴുത്തും വായനയും ഒക്കെ അറിയാമായിരുന്നെങ്കിലും, പക്ഷെ അവരിലെ ഭൂരിഭാഗം ആളുകളും അക്ഷരജ്ഞാനമില്ലാത്തവരായിരുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ ഉമ്മിയീൻ എന്ന വാക്ക് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. ആ ഉമ്മിയീൻ, നിരക്ഷരരായ ജനതയിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി അദ്ദേഹത്തെ തള്ളിപ്പറയാനോ അദ്ദേഹം അസ്വീകാര്യനാകാനോ യാതൊരു കാരണവുമില്ല. അപ്പോ തങ്ങൾക്ക് തള്ളിക്കളയാൻ ന്യായീകരണമില്ലാത്ത വിധം അവരറിയുന്ന സത്യസന്ധനായ അവരിൽ നിന്ന് തന്നെയുള്ള കൃത്യമായി അക്ഷരജ്ഞാനമില്ലാത്ത ഒരു മനുഷ്യനിലൂടെ ഇത് അവതരിപ്പിക്കുക വഴി അതിന്റെ വിശ്വാസ്യതയും ദൈവികതയും അവർക്ക് ബോധ്യപ്പെടുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യും എന്നതാണ് ഇങ്ങനെ പറഞ്ഞതിലുള്ള താത്വികമായ അതിന്റെ വശം, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. ഇനി ആ പ്രവാചകൻ അവരിൽ നിയോഗിക്കപ്പെടുക വഴി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അതിലൊന്ന് യത്ലു അലൈഹിം ആയാതിഹി, ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ആയത്തുകൾ അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കും. രണ്ടാമത്തേത് വയുസക്കീഹിം, അങ്ങനെ അതുവഴി അവരെ സംസ്കരിക്കുകയാണ്. മൂന്നാമത്തേത് വയുഅല്ലിമുഹുമുൽ കിതാബ, അവരെ ഈ വേദം
അവരെ പഠിപ്പിക്കുകയും ചെയ്യും. നാലാമത്തേത് വൽ ഹിക്മ, ആ വേദത്തിന്റെ അതിൽ നിന്നുള്ള ആ അടിസ്ഥാന അറിവോടുകൂടിയുള്ള വിജ്ഞാനം അദ്ദേഹം അവർക്ക് പകർന്നു നൽകുകയും ചെയ്യും. അതിന്റെ ബയാൻ, ആ വേദഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ അദ്ദേഹം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള കാരണം, ഇങ്ങനെ യാതൊരു വിവരവുമില്ലാതെ സംസ്കാരം എന്തെന്ന് അറിയാത്ത, ജീവിതത്തിൽ അത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ജനതയാണ് അവരെന്നുള്ളത് കൊണ്ട് അവർ പ്രത്യക്ഷമായ വഴികേടിലായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തിന്റെ നിയോഗത്തെക്കുറിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ആ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്ന വേളയിൽ ആ ജനത നരകത്തിന്റെ വക്കിലായിരുന്നു. അങ്ങനെ പ്രവാചകൻ നിയോഗിക്കപ്പെടുക വഴി ഖുർആൻ കൊണ്ട് അദ്ദേഹം അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി. ഖുർആൻ അതിങ്ങനെ പറയുന്നുണ്ട്, അവർ നരകത്തിന്റെ വക്കിലായിരുന്നു എന്ന്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം വന്ന് അവരെ സംസ്കരിച്ച് ആരാണ് മനുഷ്യനെന്നും മനുഷ്യന്റെ ധർമ്മം എന്താണ് എന്നും അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്, അതെങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും, ഈ കാര്യങ്ങൾ അദ്ദേഹം അവരെ പഠിപ്പിച്ചു. പരസ്പരം തിരിച്ചറിയാനും പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും അവരെ പഠിപ്പിക്കുകയുണ്ടായി. അവരുടെ മനസ്സുകളിൽ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കി നന്മക്ക് ഊന്നൽ നൽകുന്ന ഒരു മുസൽമാനായി അല്ലെങ്കിൽ മുസ്ലിങ്ങളായി മാറാൻ അവരുടെ മനസ്സുകളെ അദ്ദേഹം പരിവർത്തിപ്പിക്കുകയുണ്ടായി. ആ ഒരു കാര്യമുണ്ടല്ലോ, അദ്ദേഹം ചെയ്ത ആ ജോലികൾ, അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനങ്ങൾ, അതുതന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പണിതതിനു ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് ഇതേ ഒരു പ്രാർത്ഥന നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, നാഥ അവർക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നീ നിയോഗിച്ചു കൊടുക്കണമേ എന്ന്. മാത്രമല്ല റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം, അദ്ദേഹം അവരെ ആ വേദഗ്രന്ഥം പഠിപ്പിക്കുകയും അവർക്ക് വിജ്ഞാനം പകരുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്ന് നിയോഗിക്കണമേ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇബ്രാഹിം നബി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, തന്റെ പിന്നാലെ വരുന്ന തന്റെ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തതിന്റെ ഫലമായി അള്ളാഹു ആ ജനതയ്ക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിക്കുകയുണ്ടായി. അതാണ് സൂറത്ത് ജുമുഅയിൽ പറയുന്ന ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം എന്ന് പറയുന്നത്. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊക്കെയാണോ ആ പ്രവാചകൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അള്ളാഹു ആ പ്രവാചകനെ നിയോഗിച്ചത് എന്ന് ഈ സൂറത്തുൽ ജുമുഅയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നബി തിരുമേനി നിയോഗിക്കപ്പെട്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അന ദഅവത്തു അബി ഇബ്രാഹിം വആഖിറു മൻ ബശറനി ഈസ ഇബ്നു മറിയം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അപ്പൊ തീർച്ചയായും ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിൽ നിരക്ഷരരായ ജനതയിൽ നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് തീർച്ചയായും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പ്രാർത്ഥനയിൽ
ഇബ്രാഹിം നബി എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ തന്നെയാണ്, അതുകൊണ്ടൊക്കെ തന്നെ അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്തങ്ങളുമായിട്ടാണ് മഹാനായ നബി തിരുമേനിയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്നതാണ് ഈ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇനി മൂന്നാമത്തെ ആയത്ത് وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം നൂറ്റാണ്ടിലെ അറബ്യൻ ജനതയിൽ നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവർക്ക് മാത്രമുള്ള പ്രവാചകനല്ല, മറിച്ച് വാഖരീന മറ്റുള്ളവർക്കുമാണ്, മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം അവർക്കും അവരെ തുടർന്നു വരുന്നവർക്കും എന്ന് പറഞ്ഞാൽ ആ ജനതക്കും അവരെ തുടർന്നു വരുന്നവർക്ക് എല്ലാമുള്ള പ്രവാചകനാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇനിയൊരു പ്രവാചകൻ വരാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ അന്ത്യം വരെയുള്ള അവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വിശദമാക്കുന്ന കാര്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്ക് ആഗമനമുള്ള ദൂതനാണെന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വേറെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഹേ മനുഷ്യരെ, ഞാൻ നിങ്ങൾ മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറയാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നുണ്ട്. സൂറത്ത് അഹ്റാഫിലും അതുപോലെ തന്നെ വേറെയും അധ്യായങ്ങളിൽ ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരിലേക്കും ഉള്ള പ്രവാചകനാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു. അവ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികൾക്ക് മാത്രമുള്ള പ്രവാചകനല്ല, ഈ ലോകത്തിന്റെ അവസാനം വരെയുള്ള സകല മനുഷ്യർക്കുമുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യവും അദ്ദേഹത്തിന്റെ പ്രബോധനവും പ്രവാചകത്വവും എന്ന് നമ്മളെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഇതിലെ അവസാനത്തെ ഇന്ന് നമ്മൾ വായിച്ച 4-ാമത്തെ ആയത്ത് അതെന്താ? ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ. അതിന്റെ അർത്ഥം എന്താ അറിയോ? ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ, അതത്രേ അള്ളാഹുവിന്റെ ഔദാര്യം. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ പ്രവാചകത്വവും അതേപോലെ തന്നെ അള്ളാഹു അദ്ദേഹത്തെ ദൂതനായി തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യവും എല്ലാം അങ്ങേയറ്റം അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രത്യേകം തെരഞ്ഞെടുത്ത് നൽകുന്ന ആളുകൾക്ക് നൽകുന്ന അവന്റെ വലിയ ഔദാര്യമാണ്. ദാലിക ഫദ്ലുല്ലാഹ്, അള്ളാഹിന്റെ ഔദാര്യം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയല്ലോ. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരുപാട് ഉറുമ്പിന്റെ സംസാരം അദ്ദേഹത്തിന് അറിയും. അതുപോലെ തന്നെ ഇതര ജന്തുജാലങ്ങളെ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ കേൾക്കാൻ രൂപത്തിൽ കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷെ എല്ലാം അതിനെക്കുറിച്ചെല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ അറിയോ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന്റെ ഔദാര്യങ്ങൾ അവൻ നൽകും. അത് പ്രവാചകത്വം മാത്രമല്ല. ഇപ്പോ ഒരു മനുഷ്യൻ അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ സമ്പത്ത് അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. അതേപോലെ വേറെ ചില ആളുകൾക്ക് വേറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ടാകും. ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ പ്രവാചകനെ നിയോഗിച്ചു എന്നുള്ളതും അദ്ദേഹം അവരെ സംസ്കരിക്കുകയും വേദഗ്രന്ഥം പഠിപ്പിക്കുകയും അവർക്ക് വിജ്ഞാനം പകർന്നു നൽകുകയും അവരെ സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ. ആ ജോലിയെല്ലാം കൃത്യമായി അദ്ദേഹം ചെയ്തു. അങ്ങനെ ഒരു നേതാവ് നിശ്ചയിക്കപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുക്കണം. അതിനാണ് നമ്മൾ മുസ്തഫ എന്ന് പറയാം. മുസ്തഫ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാ. എല്ലാ ആളുകൾക്കും ഈ ദൗത്യം നൽകില്ലല്ലോ. അള്ളാഹു ചില ആളുകളെ അതിനുവേണ്ടി മാത്രം തെരഞ്ഞെടുക്കുക. അപ്പൊ അതൊരു പ്രത്യേകതയാണ്, അതൊരു ദൗത്യമാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് ആ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ആ ജനതക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിക്കുക എന്ന് പറയുമ്പോൾ നിരക്ഷരരായ ജനതയിൽ നിരക്ഷരനായ ഒരു പ്രവാചകൻ, അത് അവർക്ക് ലഭിക്കുന്ന അതിമഹത്തായ അള്ളാഹുവിന്റെ ഔദാര്യമാണ്.
അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരാളെ അള്ളാഹു ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാവുന്ന രൂപത്തിൽ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു തരിക എന്ന് പറയുമ്പം അതിന്റെ ഒരു സന്തോഷവും ആ ജനതയുടെ മഹത്വവും എന്തുമാത്രമായിരിക്കും അല്ലെ. അപ്പോൾ ഇത് പ്രവാചകനുള്ള അള്ളാഹു നൽകിയ ഔദാര്യം മാത്രമല്ല, ആ ജനതക്ക് അള്ളാഹു നൽകിയ ഒരു ആദരവ് കൂടിയാണ്. അവർക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചു കൊടുത്തു എന്നുള്ളത്. ഇതൊക്കെ തീർച്ചയായും അവരുടെ വലിയ ഭാഗ്യമായി ഖുർആൻ ഉണർത്തുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ അവന്റെ ഔദാര്യങ്ങളിൽ ഒരു വലിയ കാര്യമായി അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. അതാണ് പറഞ്ഞത് ദാലിക ഫളലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു. വല്ലാഹു ദുൽ ഫളിൽ അലീം, അള്ളാഹു മഹത്തായ ഔദാര്യവും ശ്രേഷ്ഠതയുമുള്ളവനാണ്. ഇതാണ് സൂറത്തുൽ ജുമുഅ. ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചകളിലും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഇമാമിന്റെ പാരായണം നമ്മൾ കേൾക്കുന്നു, സൂറത്തു ജുമുഅ നമസ്കാരത്തിൽ പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കുന്ന ഒരു അധ്യായം എന്നുള്ള നിലക്ക് ഈ ആശയങ്ങളും ഇതിന്റെ അർത്ഥങ്ങളും നമ്മുടെ മനസ്സുകളിലേക്ക് എന്നും നിലനിൽക്കണം. കാരണം എന്താ അറിയോ, ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് സൂറത്തുൽ മുനാഫിഖൂനിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ കപടവിശ്വാസികളെ കുറിച്ച് പറയുന്നു. സൂറത്തു ജുമുഅയിൽ ഇസ്ലാമിന്റെ കാലഘട്ടത്തെയും വൈരികളായ ജൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ രണ്ട് വിഭാഗത്തെയും സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം എന്നവരെ ഉണർത്തുന്നതിന് വേണ്ടി കൂടിയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ അധ്യായങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നത് എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇതിലെ ബാക്കി ആയത്തുകൾ അടുത്ത ദിവസം ഇതേ ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.